തോപ്പുംപടിയല്ലേ ഇറങ്ങേണ്ടത്? മാറിയ തോപ്പുംപടിയായാ? ഇനി 5-6 സ്റ്റോപ്പ് കൂടി ഉണ്ട്, അവിടെ പോയിരുന്നോ? തോപ്പുംപടിക്ക് ഇനി 5-6 സ്റ്റോപ്പ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അച്ചപ്പത്തിന്റെയും കുഴലപ്പത്തിന്റെയും കച്ചവടമൊക്കെ നിർത്തിയോ? അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം കൊച്ചേ? എല്ലാരും ഇപ്പൊ അങ്ങ് ബേക്കറിയിലേക്കല്ലയോ. അതുകൊണ്ടെന്താ, ഓരോന്നിനും ഇപ്പൊ 35ാമത്തെ വയസ്സിലല്ലേ ഷഷ്ടി പൂർത്തി. തിന്നോരോന്നിന് മേലനങ്ങാൻ വയ്യ. നിരുപമ രാജ്യവാണ് ഇന്നലെ പ്രസിഡന്റിനുമൊത്തുള്ള പ്രഭാത ഭക്ഷണത്തിന് തൊട്ടു മുൻപ് മോഹാലസ്യപ്പെട്ട് വീണത്. ഇവിടെ എന്താ ബോധം കെട്ട് വീണതിന്റെ പേരിൽ അവര് നഷ്ടപരിഹാരം വല്ലതും തന്നാ? വെറുതെ വിട്ടുകളയരുത് കേട്ടാ. ആദ്യം കൂടിയപ്പ ബോധം കെട്ട് വീണതാണെന്ന് പറഞ്ഞുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെന്നാ മതി. ഇനി ഒരാൾക്ക് കൂടി എനിക്ക് മറുപടി കൊടുക്കാനുണ്ട്. ആർക്ക്? നമ്മുടെ വല്യമ്മയെ കണ്ടില്ലല്ലോ. അവരെന്തോ വയ്യാണ്ട് കിടക്കാന്ന് അറിഞ്ഞത്. എന്തു പറ്റി? വയറ്റിലെന്തോ മുഴയോ മറ്റോന്നാ പറഞ്ഞത്. കുറച്ച് കുഴപ്പാന്ന് തോന്നണേ. ചേട്ടാ ഒരു പള്ളി നോക്ക്. ഇവിടേക്ക് തന്നെ വന്നതാ. ബസ്സിൽ ചോദിച്ചപ്പോ സുഖമില്ലാതെ കിടക്കുക പറഞ്ഞു. അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ മോള്? അതെ. എന്താ? അല്ല, ഒന്നുമില്ല. ദാ വീട്ടിലുണ്ടായതാ. അയ്യോ, ഇതൊക്കെ എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. പിന്നെ പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളെ ഉള്ളു കേട്ടാ. ആശുപത്രിയിലൊക്കെ പോകുന്നത്? ഓ, അതിനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ നടക്കാം. കൂട്ടു വേണമെങ്കിൽ പറയണം. ആശുപത്രി പോകാൻ കൂട്ടുവേണ്ട. പക്ഷെ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. വേറൊന്നിനുമല്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാള് വേണം. എല്ലാ ദിവസവും തമ്മി തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. അതിനപ്പുറം ആർക്കെവിടെ നേരം?